ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പെരുമ്പ്ലാവ് കൊട്ടോൽക്കാട്ടോ. കൊട്ടോൽക്ക് പോകുന്ന റോട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം ഒരുപാട് പേർക്ക് അറിയില്ല. കുറച്ച് കമൻറ്റൊക്കെ കണ്ടിരുന്നു എവിടെ സ്ഥലം എന്നൊക്കെ വെച്ചിട്ട്. ഇത് ശരിക്കും നമ്മുടെ പെരുമ്പ്ലാവ് നിന്ന് അക്കിക്കാവ് പോകുന്ന റോഡിൽ നിന്ന് ഒരു റൈറ്റിക്ക് റോഡ് ഉണ്ട്. നമ്മുടെ പഴനിക്ക് പോകുന്ന റോഡ് അവിടെയാണ് കേട്ടോ കൊട്ടോൽ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ എത്തി. ഞാൻ രാവിലത്തെ വീഡിയോ ഇട്ട് നിങ്ങളെല്ലാവരും തന്നെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആണ്. രാവിലെ അധികം പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ കുറച്ച് ആനകൾക്ക് വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ വൈകുന്നേരമാണ് യഥാർത്ഥ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇവിടെ അത്യാവശ്യം ആനകൾ വരാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആനകളൊക്കെ നല്ല കിടില ആനകളായിരിക്കും. കാരണം പാമ്പാടി രാജൻ വരുന്നുണ്ട്, ചിറക്കൽ കാളിദാസ് വരുന്നുണ്ട്, ഇത്തിത്താനം വിഷ്ണുനാരായൺ, അങ്ങനെ കുറേ ആനകൾ വരുന്നുണ്ട്. സോ നമുക്കങ്ങോട്ട് പോയൊക്കെ അല്ലേ. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും പരിപാടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. പോയാലോ. നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടാണ് ഇതട്ടോ. നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇത് ഇപ്പോൾ വരുന്നുണ്ട്. ഇത് അവിടെ ചെന്നിട്ട് തന്നെ ഇറക്കുക. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളിത് ഇവിടെ കൊട്ടോൽ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ അവിടെ പാമ്പാടി രാജ്യം വന്നിട്ട് കൊണ്ടു. പിന്നെ കുറേ തമ്പോലും ബാൻഡ് പോലത്തെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഞാനെല്ലാം കാണിച്ചു തരാം. ഒരു ലൈവ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം രാവിലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് ലൈവ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഇതാ ഇവിടുന്ന് മുതലാട്ടോ നമ്മുടെ കൊട്ടോൽ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് മുതലേ പരിപാടി ഉണ്ടാവുക. അതിവിടെ നമ്മുടെ പാമ്പാടി രാജനാണെന്ന് തോന്നുന്നത്. നമുക്കാണ് ചെന്ന് നോക്കി നോക്കാം. അവിടെ ഒരു ആന കുളിക്കുന്നുണ്ട്. നമ്മുടെ പാമ്പാടി രാജൻ തന്നെയാണ് കേട്ടോ. പാമ്പാടി രാജൻ തോന്നുന്നു എനിക്ക് ഇവിടെ എല്ലാ പ്രാവശ്യവും ഇറങ്ങാൻ തോന്നുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഇവിടെ നമ്മൾ വന്ന പാട് കാണുന്നത് പാമ്പാടി രാജനെയാണ്. നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനും അതുപോലെ തന്നെ ചിറക്കൽ കാളിദാസനും ഈ ടീമിൽ കേട്ടോ. അതുപോലെ പാമ്പാടി രാജ അവിടെ വന്ന് നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ, അത് വേറെ ടീമാണ്. ഇതാ ഇവിടെ വേറൊരു ആന നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആനയുടെ പേര് എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അവിടുന്ന് വേറെ ഒരുപാട് ടീമുകളുണ്ട്.
ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ നമ്മുടെ പരിപാടിയൊക്കെ എല്ലാ വർഷവും കളർ അവറിലാണ്. ഇതേ അവിടുന്ന് വന്നപ്പോൾ അത് വേറെ 2 ആനകൾ കേട്ടോ. ഇപ്പം നമ്മൾ 3 കണ്ടില്ലേ, 4, 5 കേട്ടോ. മൊത്തത്തിൽ 15 തോന്നുന്നത്. അതറിയില്ല, നമുക്ക് നോക്കി നോക്കാം. പാമ്പാടി രാജൻ വന്നിരുന്നു, അത് നിങ്ങൾ കണ്ടല്ലേ, ഓർമ്മയില്ലല്ലോ. ഇതേ ഒരാനതാ, എൻ്റെ പേരെന്താ, ഈ കമൻറ്റ് വരും, പേര് പറഞ്ഞില്ലാണ്ട്. കാശിനാഥൻ. ഓക്കെ, അടുത്ത ആനതാ. എനിക്ക് ആനകളെ കുറിച്ചുള്ള നോളജ് കൂടുതലായ കാരണം ആനനെ കണ്ടപാട് മനസ്സിലാവും. ഏതാണ് കാണല്ല. അക്രമിൽ ശേഖരൻ. നമ്മുടെ പാമ്പാടി രാജൻ. നൈറ്റ് പരിപാടി ഉണ്ടാവുണ്ടോ കേട്ടോ. ഈ ആന കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ടോ. അവിടെ നമ്മുടെ പാമ്പാടി രാജു. അവിടുന്ന് വന്നു, ഇവിടെ 2 ആനകൾ വരുന്നു കേട്ടോ. അതല്ലോ, അറിയോ, കണ്ടിണ്ടാ. ആ ഒരു ഭാഗത്തും ചിലപ്പോൾ ആന വരാണ്ടാവും കേട്ടോ. ഇപ്പം എത്രണ്ണായി നമ്മൾ? 1, 2, 3, 4, 5, 6, 7 എണ്ണറ്റില്ല. ഇത് കറക്റ്റ് ഓർമ്മയില്ല, നിങ്ങൾ തന്നെ ഓക്കെ. മൊത്തം 15 എണ്ണായിട്ടാണ്. അവിടെ 3 ആനകൾ പോകുന്നു കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ നേരത്തെ കണ്ട ആനകളുണ്ടല്ലോ, അത് അവിടുന്ന് വരുന്നുണ്ട്. അല്ല, നേരത്തെ കണ്ടതല്ല തോന്നില്ല, അറിയില്ല, പോയോടെ. നേരത്തെ കണ്ടതല്ല തോന്നുന്നു, ഇത് വേറെ ടീം അതുകൊണ്ട്. ആർക്കെങ്കിലും വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നാളെയും പരിപാടി ഉണ്ട് കേട്ടോ. ഓക്കെ, വരണമെന്ന് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നാളെ പോയി. ഓക്കെ, അവിടുന്ന് വേറെ ടീമുണ്ട്, നമുക്ക് കാണിച്ചു തന്ന് നോക്കാം.
വേറൊരു ആന വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഈ ഒരു പരിപാടിക്ക് വന്നു തന്നെയാണ് തോന്നുന്നു. അതെ അതെ, അവിടുന്ന് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ എൻ്റെ പരിപാടി. ബാങ്ക് കൊടുത്തു. എന്തായാലും ഞാൻ വീട്ടിൽ പോവാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു ബ്ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ബ്ലോക്ക് അധികമൊന്നുമില്ല, ചെറിയ ബ്ലോക്കുള്ളൂ. അവിടെ ആന നിൽക്കുന്നുണ്ട്, അതാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുന്ന് അവിടുന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഓക്കെ, വണ്ടി ഇത് എടുക്കണം. എന്തായാലും ഇനി പോട്ടെ. ഇനി ഇവിടെ പ്രത്യേകിച്ചിട്ട് ഒരു പരിപാടിയില്ല. എല്ലാ ആനയും ബാൻഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി പരിപാടി ഉള്ളത് രാത്രിയിൽ കൈരളി ഇതൊക്കെ ബാൻഡ് ഷോ ഉണ്ട്, ആ ഒരു പരിപാടിയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ നാളെ ഉണ്ട്. എന്തായാലും ഞാൻ പോട്ടെ. ഓക്കെ, ബൈ.